ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് മലയാളം സംസാരിച്ചിട്ട് ഡെയിലി 500 to 600 റുപ്പീസ് ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി പ്ലാറ്റ്ഫോമാണ് ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. അതായത് നിങ്ങൾ മറ്റുള്ളവരുമായിട്ട് ലോക്കൽ ലാംഗ്വേജിൽ സംസാരിക്കേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ, നിങ്ങൾക്ക് ഇതൊന്ന് ഏൺ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് വർക്ക് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാവുന്ന ഒരുപാട് കമ്പനീസിന് കസ്റ്റമർ സപ്പോർട്ടിന് വേണ്ടിയിട്ട് ആൾക്കാർ ആവശ്യമുണ്ട്. ഓക്കെ, അപ്പം ഇത്തരത്തിലുള്ള കമ്പനീസ് ഇത്തരത്തിലുള്ള വെബ്സൈറ്റിനൊക്കെ സന്ദർശിക്കുന്നതിന് ഇത്തരത്തിലുള്ള കസ്റ്റമർ സപ്പോർട്ട് കൊടുക്കാൻ ഹെൽപ്പുള്ള ആൾക്കാരെ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ അത്തരത്തിലാണ് ഈ ഒരു ജോബ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതായത് നിങ്ങൾക്ക് മലയാളം നന്നായിട്ട് ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കാൻ അറിയാം, എല്ലാവർക്കും അറിയാവുന്നതാണ്. ഓക്കെ, അപ്പം ജസ്റ്റ് നമുക്കൊന്ന് പ്രാക്ടീസ് ചെയ്താൽ തന്നെ എളുപ്പം പഠിച്ചെടുക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, അതായത് നമുക്കറിയാലേ, നമ്മൾ സാധാരണ സംസാരിക്കുന്നതിന് കുറച്ച് വ്യത്യാസമായിട്ട് സംസാരിക്കണം, അത്ര മാത്രമേ ഉള്ളൂ. ഇപ്പം പറയുകയാണെങ്കിൽ നമുക്കറിയാം, നമുക്കിപ്പം ടെലികോളിംഗ് ജോബ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്കിപ്പം ജിയോ സിമ്മുള്ളവർ, വോഡഫോൺ സിമ്മുള്ളവർ എല്ലാവരും ഉണ്ടാവും. ഓക്കെ, അപ്പം നമുക്കറിയാം ഒരു പ്ലാനോ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമുക്ക് അപ്പോൾ കോൾ വരും, ഇത്തരത്തിലുള്ള നേരിട്ട് നമ്മളെ വിളിക്കാൻ തുടങ്ങും. ഓക്കെ, അപ്പം ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിൽ വെബ്സൈറ്റിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ജോബ് തന്നെയാണ്. അതായത് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ആയിരിക്കും അവർ നമ്മളോട് സംസാരിക്കുക, നമുക്ക് വീട്ടിലുള്ള ബഹളം കാര്യങ്ങളൊക്കെ അതിൻ്റെ ചുറ്റത്തിലൊക്കെ കേൾക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള വർക്കാണ് ഇത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നല്ല രീതിക്കുള്ള ഏണിങ്സും കാര്യങ്ങളൊക്കെ ഇതൊന്ന് ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള വെബ്സൈറ്റ് നമ്മളെ ഹയർ ചെയ്യും, ഓരോരോ കമ്പനീസിന് വേണ്ടിയിട്ട്, അവരുടെ കസ്റ്റമർ സപ്പോർട്ട് വിങ്ങിന് വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ അത്തരത്തിൽ നമുക്ക് കിട്ടുന്ന ഒരു വർക്കാണ്. അപ്പം ഈ ഒരു വെബ്സൈറ്റിൽ നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. അതായത് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് അവിടേക്ക് എമൗണ്ടോ കാര്യങ്ങളൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല, നമുക്ക് ഫ്രീ ടു ജോയിൻ ആണ്. അപ്പം രജിസ്ട്രേഷൻ പ്രോസസ്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിളാണ്. പിന്നെ നമ്മളെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ കാര്യങ്ങളൊന്നും അവർ നോക്കുന്നില്ല. അതായത് നിങ്ങളെ ഫ്ലുവൻസിയും കാര്യങ്ങൾ മാത്രമേ അവർ നോക്കുള്ളൂ. അതായത് നിങ്ങൾക്ക് സംസാരിക്കാൻ അറിയോ ആ കാര്യങ്ങൾ മാത്രമേ അവർ നോക്കുള്ളൂ. അത്തരത്തിൽ വർക്ക് ചെയ്യുന്ന ഒരു അടിപൊളി ആപ്പാണ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ആപ്ലിക്കേഷൻ്റെ പേര് ഫുഡ് വർക്ക് എന്നാണ്. ഓക്കെ, ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, നിങ്ങൾക്ക് അവിടെ നിന്ന് ഈസിലി ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ്. അപ്പം ആദ്യം നമുക്ക് ഇതിൻ്റെ കുറിച്ചിട്ട് നോക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിൻ്റെ ക്ലിയർ ആയിട്ടുള്ള ആപ്ലിക്കേഷൻ പ്രൊസീജിയർ, നമുക്ക് അതിൽ എങ്ങനെ വർക്ക് ചെയ്യാം, എല്ലാ കാര്യങ്ങളും നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് നോക്കിക്കഴിഞ്ഞാൽ വർക്ക് ഫ്രം ഹോം ജോബ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ 3.5 സ്റ്റാർ ഉണ്ട്, പിന്നെ നമ്മൾ 10 lakh പ്ലസ് ഡൗൺലോഡ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ട്രസ്റ്റഡ് ആയിട്ടുള്ള നല്ലൊരു ആപ്പാണ്. ഓക്കെ, നമുക്ക് ഇനി അതിന്റെ ആപ്ലിക്കേഷൻ പ്രൊസീജിയർ നോക്കിയാൽ, അപ്പോൾ ഗൈസ് നമ്മൾ ആ ആപ്പ് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഒരു ഇന്റർഫേസും കാര്യങ്ങളൊക്കെ ആവും വരിക. അപ്പോൾ നമുക്ക് ഇവിടെ ചൂസ് യുവർ വീഡിയോ ലാംഗ്വേജ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൽ ഇംഗ്ലീഷോ ഹിന്ദിയോ ചൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇപ്പം ഇംഗ്ലീഷ് ചൂസ് ചെയ്തിട്ട് നമുക്ക് ഗെറ്റ് സ്റ്റാർട്ട് കൊടുക്കാം. ഓക്കെ, അത് നമ്മൾ ഗെറ്റ് സ്റ്റാർട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഒരു ഇന്റർഫേസ് വരും. അപ്പോൾ നമുക്കിവിടെ റിവ്യൂസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ വർക്ക് ചെയ്യുന്ന കുറച്ച് ആൾക്കാരുടെ റിവ്യൂസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്, അവർ ഏൺ ചെയ്ത കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ലോഗിൻ ചെയ്യാം. ലോഗിൻ ചെയ്യാൻ നമ്മളിവിടെ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് OTP അടിച്ചിട്ട് നമുക്ക് ഇതിലേക്ക് കയറാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ മൊബൈൽ നമ്പർ അടിച്ച് കയറി കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഒരു ഇന്റർഫേസ് ആവും വരിക. അപ്പോൾ ഇവിടെ നമുക്ക് പേഴ്സണൽ ഡീറ്റെയിൽസ് കൊടുക്കണം, പിന്നെ എഡ്യൂക്കേഷൻ ഡീറ്റെയിൽസ്, പ്രൊഫഷണൽ ഡീറ്റെയിൽസ്, പ്രിഫറൻസ്. ഓക്കെ, ആദ്യം നമുക്ക് പേഴ്സണൽ ഡീറ്റെയിൽസ് കൊടുക്കാം. അവിടെ നമ്മുടെ ഫുൾ നെയിം അടിച്ചു കൊടുക്കാം. ഓക്കെ, നമ്മൾ ഫുൾ നെയിം അടിച്ചിട്ട് നെക്സ്റ്റ് കൊടുക്കാം. അത് കഴിഞ്ഞാൽ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് ചോദിക്കുന്നുണ്ട്. ഇനി നമ്മുടെ ജെൻഡർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ ഇമെയിൽ ID അടിച്ചു കൊടുക്കുക. പിന്നെ നമ്മളോട് ചോദിച്ചിട്ടുണ്ട് വിച്ച് ലാംഗ്വേജ് ഡു യു സ്പീക്ക് വെൽ. ഓക്കെ, അപ്പോൾ അത് നമ്മൾ കറക്റ്റ് ആയിട്ട് അടിച്ചു കൊടുക്കുക. നിങ്ങൾക്ക് ഇപ്പോൾ ഹിന്ദിയും സംസാരിക്കുമെങ്കിൽ അതും ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഇംഗ്ലീഷ് കൊടുക്കാം. പിന്നെ നമുക്ക് അറിയാവുന്ന മലയാളം ഇവിടെ അവൈലബിൾ ആണ്. ഓക്കെ, അപ്പം നമുക്ക് മലയാളം കൊടുക്കാം. എന്നിട്ട് നമുക്ക് നെക്സ്റ്റ് കൊടുക്കാം. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഇതിൽ ഏതൊക്കെ ലാംഗ്വേജ് അറിയോ അതൊക്കെ നിങ്ങൾ കൊടുക്കണം. ഓക്കെ, എന്നിട്ട് നമ്മൾക്ക് നെക്സ്റ്റ് കൊടുക്കാം. അപ്പോൾ നമുക്ക് കൂടുതൽ ഓപ്പർച്യൂണിറ്റി കിട്ടും. ഓക്കെ, പിന്നെ നമുക്ക് ഇവിടെ ചോദിച്ചിട്ടുണ്ട് ഡു യു ഹാവ് എ വർക്കിംഗ് ലാപ്ടോപ്പ്. ഓക്കെ, അപ്പോൾ അത് നമ്മൾ ഉണ്ടോ ഇല്ലയെന്ന് അടിച്ചിട്ട് അത് നമ്മൾ കൊടുക്കുക. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് കൊടുക്കുക. അപ്പോൾ നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത എഡ്യൂക്കേഷണൽ ഡീറ്റെയിൽസ്. എഡ്യൂക്കേഷൻ ഡീറ്റെയിൽസ് സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ചോദിക്കുന്നത്. വാട്ട് ഈസ് യുവർ കറന്റ് എഡ്യൂക്കേഷണൽ സ്റ്റാറ്റസ്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റുഡൻ്റ് ആണെങ്കിൽ സ്റ്റുഡൻറ്റ് കൊടുക്കാം. ഓക്കെ, പിന്നെ വിച്ച് ഈസ് യുവർ ഹയസ്റ്റ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, അതേതാന്ന് നോക്കിക്കഴിഞ്ഞാൽ അതും കൊടുക്കുക. ഓക്കെ, വിച്ച് ഈസ് യുവർ ഫീൽഡ് ഓഫ് എഡ്യൂക്കേഷൻ ഏതാന്ന് നമുക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതും നമ്മൾ എന്ത് ചെയ്യുക, ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പം അത് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അടുത്തത് പ്രൊഫഷണൽ ഡീറ്റെയിൽസ് ആണ്. അത് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഹൗ മെനി ഇയേഴ്സ് ഓഫ് വർക്ക് എക്സ്പീരിയൻസ് ഡു യു ഹാവ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എക്സ്പീരിയൻസ് ഒന്നും ഇല്ലെങ്കിൽ നോ എക്സ്പീരിയൻസ് കൊടുക്കാം, നെക്സ്റ്റ് കൊടുക്കാം. പിന്നെ വാട്ട് വാസ് യുവർ ലാസ്റ്റ് ഡ്രോൺ മന്ത് സാലറി, അതായത് നമ്മുടെ സാലറി ചോദിച്ചിട്ടുണ്ട്. അത് നമുക്ക് സാലറി ഒന്നും ഇല്ലെങ്കിൽ 0 കൊടുത്തിട്ട് നമുക്ക് നെക്സ്റ്റ് കൊടുക്കാം, ഉണ്ടെങ്കിൽ നിങ്ങൾ അത് അടിച്ചു കൊടുക്കാം. പിന്നെ വാട്ട് വാസ് യുവർ ലാസ്റ്റ് ജോബ് ടൈപ്പ് അത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് വർക്ക് ഫ്രം ഹോം ആണെങ്കിൽ അത് കൊടുത്തിട്ട് നെക്സ്റ്റ് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് സെലക്ട് ആൽ ദ ഫീൽഡ് ഇൻ വിച്ച് യു ഹാവ് ടെലികോളിംഗ് എക്സ്പീരിയൻസ്, അതായത് നമുക്ക് ടെലികോളിംഗ് എക്സ്പീരിയൻസ് ഉണ്ടോ എന്നാണ് അവർ ചോദിച്ചിട്ടുണ്ട്. ഉണ്ടെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ചുള്ള ഓപ്ഷൻസ് കൊടുക്കാം. ഇനി നിങ്ങൾക്ക് ഇപ്പം എക്സ്പീരിയൻസ് ഉണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് മേഖലയിലാണെന്ന് അവർ ചോദിച്ചിട്ടുള്ളത്.
അല്ലെങ്കിൽ നോട്ട് ആപ്ലിക്കബിൾ ഫ്രഷേഴ്സ് കൊടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതേഴ്സ് കൊടുത്തിട്ട് ജോയിൻ ചെയ്യാം, അങ്ങനെയും ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് കൊടുക്കാം. പിന്നെ ഡു യു ഹാവ് സെയിൽസ് കോളിംഗ് എക്സ്പീരിയൻസ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് എസ് കൊടുക്കാം, കാരണം നമുക്ക് ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ടെന്ന് അവർ അറിഞ്ഞോട്ടെ. എസ് കൊടുത്തിട്ട് നെക്സ്റ്റ് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ അത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അടുത്ത് നമ്മളെ പ്രിഫറൻസ് ആണ് അവർ കൊടുത്തിട്ടുള്ളത്. പ്രിഫറൻസ് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഏത് ടൈപ്പിലുള്ള വർക്കാണ് ആഗ്രഹിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ പാർട്ട് ടൈമും കൊടുത്തിട്ടുണ്ട്, ഫുൾ ടൈം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പാർട്ട് ടൈം ആണോ ഫുൾ ടൈം ആണോ നിങ്ങൾക്ക് തീരുമാനിക്കാം. ഓക്കെ, അപ്പോൾ പാർട്ട് ടൈം നമുക്ക് ഇവിടെ കൊടുക്കാം, ഇവിടെ നെക്സ്റ്റ് കൊടുക്കാം. ഓക്കെ, അപ്പോൾ അത് നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് കണ്ടിന്യൂ കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ പ്രൊഫൈൽ ഹാസ് ബീൻ ക്രിയേറ്റഡ് സക്സസ്ഫുള്ളി എന്ന് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇനി കംപ്ലീറ്റ് യുവർ ട്രെയിനിങ് ടു ഗെറ്റ് സർട്ടിഫൈഡ് ആസ് ടെലികോളർ ആൻഡ് സ്റ്റാർട്ട് ഏർണിംഗ് എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഒരു ട്രെയിനിങ്ങും കൂടി കംപ്ലീറ്റ് ചെയ്യാണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് കൊടുക്കാം. കംപ്ലീറ്റ് യുവർ ട്രെയിനിങ് ടു ഗെറ്റ് ആക്സസ് ടു ജോബ്സ്. അതായത് നമ്മൾ ആദ്യം ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്താലാണ് നമുക്ക് ഇതിൽ ജോബ്സും കാര്യങ്ങളൊക്കെ കിട്ടി തുടങ്ങുന്നത്. ഇപ്പോൾ നമ്മളിവിടെ ജോബ്സിൻ്റെ ഓപ്ഷനിൽ നോക്കിക്കഴിഞ്ഞാൽ നോ ജോബ്സ് എന്നാണ് കാണിക്കുന്നത്. ഏണിങ്സിൻ്റെ കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഏണിങ്സ് നമുക്കിവിടെ എവറി തേഴ്സ്ഡേയിലായിരിക്കും അപ്ഡേറ്റ് ആയി വരും. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഹോമിൽ പോയിട്ട് നമുക്ക് ട്രെയിനിങ് എങ്ങനെയാണ് നോക്കി നോക്കാം. അപ്പോൾ സ്റ്റാർട്ട് ട്രെയിനിങ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ നമ്മളിവിടെ ചെക്ക് ലിസ്റ്റ് നോക്കേണ്ട ആവശ്യമുണ്ട്. അതായത് കുറച്ച് ബേസിക് റിക്വയർമെന്റ് ഉണ്ട്. അതായത് നമുക്ക് ഗുഡ് നെറ്റ്വർക്ക് കവറേജ് വേണം, ക്വയറ്റ് ഏരിയ, അതായത് ബാക്ക്ഗ്രൗണ്ട് നോയ്സോ കാര്യങ്ങളൊന്നും ഉണ്ടാവരുത്. അതായത് കുട്ടികളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ നിന്നൊക്കെ മാറി ഒരു റൂമിൽ കറക്റ്റ് ആയിട്ട് ഇരിക്കുക. ഓക്കെ, പിന്നെ ഹെഡ്ഫോണും ഹെഡ്സെറ്റ് വിത്ത് മൈക്കും. ഓക്കെ, മൈക്കുള്ള ഒരു ഹെഡ്സെറ്റും കാര്യങ്ങളൊക്കെ മതി. ഓക്കെ, അപ്പോൾ അതൊക്കെ ഉണ്ടെന്ന് ഉറപ്പ് വരുത്തിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, കൺഫേം കൊടുക്കുക. ഓക്കെ, അതൊക്കെ ചെക്ക് ലിസ്റ്റ് നമ്മൾ ടിക്ക് കൊടുത്തിട്ട് കൺഫേം കൊടുക്കുക. ഓക്കെ, അപ്പോൾ അതായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്യണം. ഗെറ്റ് സ്റ്റാർട്ട് വിത്ത് ഫുഡ് വർക്ക് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോന്ന് വേണമെങ്കിൽ കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുള്ള ഗെറ്റ് സ്റ്റാർട്ട് വിത്ത് ഫുഡ് വർക്ക്, വാച്ച് ട്രെയിനിങ് വീഡിയോ കൊടുത്തിട്ടുണ്ട്, റീഡ് ട്രെയിനിങ് ഡോക്യുമെന്റ്. അപ്പോൾ ഇത് നിങ്ങൾ കറക്റ്റായിട്ട് വായിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നിങ്ങൾക്ക് ടെലികോളിങ്ങിനെ പറ്റിയിട്ട് കറക്റ്റ് ഒരു ഐഡിയയും കാര്യങ്ങളൊക്കെ കിട്ടും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ അത് ഒരു അഡ്വാൻറ്റേജ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ കണ്ടിന്യൂ കൊടുത്താൽ മതി. ഓക്കെ, അപ്പം ഇവിടെ കുറച്ച് ക്വിസസും കാര്യങ്ങളൊക്കെ അവർ ചോദിച്ചിട്ടുണ്ട്. ഈ ക്വിസസും കാര്യങ്ങളൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് ടൈപ്പ് ചെയ്യുക. ഇത് നിങ്ങൾക്ക് എളുപ്പമായിട്ട് ചെയ്യാവുന്നതുള്ളൂ. ഈ പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ ഇനി ഞാൻ കാണിച്ച് വീഡിയോ ലെങ്ത് കൂട്ടുന്നില്ല. ഇത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഈ ഒരു കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്താൽ തന്നെ അവർ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ ഒരു അപ്രൂവലും കാര്യങ്ങളൊക്കെ കിട്ടും. ഓക്കെ, അപ്പോൾ സിമ്പിൾ ആയിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നിങ്ങളെ കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ട് നമുക്ക് ലാസ്റ്റ് സബ്മിറ്റ് എ കോൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പം ഫൈനൽ ടെസ്റ്റ് അതാണ്. ഓക്കെ, അപ്പോൾ ആ ടെസ്റ്റ് കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് ഈ ഒരു ജോബിലേക്ക് എൻ്റർ ചെയ്യാൻ പറ്റുക. കാരണം വീട്ടിലിരുന്നിട്ട് നമുക്ക് കോൾ ചെയ്യാം. അതായത് നമുക്ക് വേറെ പുറത്ത് ഒരു സ്ഥലത്തേക്ക് പോകേണ്ട ആവശ്യമില്ല. നമുക്ക് വീട്ടിലിരുന്ന ഒരു മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ നമുക്ക് ഈ വർക്ക് ചെയ്യാം. ഡെയിലി നിങ്ങൾക്ക് 500 രൂപ ഏൺ ചെയ്യാനും പറ്റും. ഓക്കെ, അപ്പോൾ അതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇത് കറക്റ്റായിട്ട് ഫോളോ ചെയ്തിട്ട് സബ്മിറ്റ് എ കോൾ എന്ന് കൊടുക്കുക. അപ്പോൾ ആ സബ്മിറ്റ് എ കോൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് നിങ്ങളൊരു കസ്റ്റമർ കോൾ ചെയ്യും. ആ ഒരു കോളിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളൊരു പെരുമാറ്റ രീതിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അവരോട് നമുക്കറിയാലോ ഒരു ടെലികോളിംഗ് ജോബിൽ എങ്ങനെയൊക്കെയാണ് സംസാരിക്കേണ്ടത്. എല്ലാവർക്കും ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രാക്ടീസ് ചെയ്താൽ ഇനിയിപ്പോൾ യൂട്യൂബിൽ അവൈലബിൾ ആയിരിക്കും എന്തെങ്കിലും വീഡിയോസോ കാര്യങ്ങളൊക്കെ, ട്രെയിനിങ് വീഡിയോസോ കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ. ഓക്കെ, അപ്പം അതുപോലെ അതിലുള്ള ഇൻസ്ട്രക്ഷൻ കറക്റ്റ് ഫോളോ ചെയ്തിട്ട് നിങ്ങൾ കോൾ ചെയ്താൽ മതി. അപ്പം എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ആ ഒരു ജോബിനുള്ള അപ്രൂവലും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ട് നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതാണ് നിങ്ങൾക്ക് സിമ്പിളായിട്ട് മലയാളം, ഹിന്ദി, ഇംഗ്ലീഷ് ഒക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ഈ ഒരു ലാംഗ്വേജ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ജോബിന് കറക്റ്റായിട്ട് അപ്ലൈ ചെയ്യാം. അല്ലാതെ വേറെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനോ കാര്യങ്ങളൊന്നും വേണ്ട, സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു വർക്കാണ്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പം നമുക്കിവിടെ ഏണിങ്സിൻ്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ വാലറ്റ് എവറി തേഴ്സ്ഡേയിൽ നമുക്ക് ബാലൻസ് കാര്യങ്ങളൊക്കെ നമുക്ക് ക്രെഡിറ്റ് ആവുന്നതാണ്. നമുക്ക് യു പി ഐ ഡയറക്റ്റ് യു പി ഐ ഉണ്ട്, ബാങ്ക് ട്രാൻസ്ഫർ ഉണ്ട്, വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പേയ്മെന്റ് കാര്യങ്ങളൊക്കെ നിന്ന് കിട്ടി തുടങ്ങും. ഓക്കെ, അപ്പോൾ യു പി ഐയിൽ മിനിമം എമൗണ്ട് 100, ബാങ്ക് ട്രാൻസ്ഫറിന് മിനിമം എമൗണ്ട് 100 ആയാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വിഡ്രോയും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു നല്ലൊരു ആപ്പാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. കാരണം നിങ്ങൾക്കൊക്കെ ഒരു മൊബൈൽ ഫോൺ ഇല്ലാത്തവരായിട്ട് ഇന്ന് ആരുമില്ല. അപ്പോൾ എല്ലാവർക്കും ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ജോബാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്ക് ഈ ഒരു ജോബിനെ പറ്റിയിട്ട് പറയാനുള്ളത്. അപ്പം നിങ്ങളുടെ കയ്യിൽ ഇനി ഇത്തരത്തിലുള്ള ജോബ്സോ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക, ഞാനത് വീഡിയോ ആക്കിയിട്ട് ചെയ്യാൻ നോക്കാം. ഓക്കെ, അപ്പം ഇത്രയൊക്കെയുള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇതിന് നല്ല അടിപൊളി വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ഇനി വരുന്നതാണ്. അപ്പോൾ അതുവരേക്കും ഇറ്റ്സ് മീ നവനീത് സൈനിങ് ഓഫ്.